ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഭഗവാൻ കൃഷ്ണനെ ഞാൻ പറയുന്ന ഒരു ദിവസം അതേതാണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആ ദിവസം ഒരു പ്രത്യേക കണക്കിൽ കദളിപ്പഴം വെച്ച് നോക്ക്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ കൃഷ്ണൻ ഇട്ടുമൂടത്തക്ക രീതിയിൽ പണം, സമ്പത്ത്, ഐശ്വര്യങ്ങൾ, അഭിവൃദ്ധി എല്ലാം നൽകും. വളരെ ലളിതമായ കാര്യമാണ്. ഞാൻ പറയുന്ന ഒരു കണക്കിൽ കദളിപ്പഴം ഒന്ന് വെച്ച് നോക്ക്. വ്യാഴാഴ്ച അവിടെ ഭഗവാൻ നിങ്ങളെ ഇട്ടുമൂടത്തക്ക രീതിയിൽ സമ്പത്തും പണവും ഐശ്വര്യവും ഒക്കെ നൽകും. വളരെ ലളിതമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കേൾക്കണം. കാരണം ഞാൻ പറയുന്ന ആ സംഖ്യക്കകത്ത് അറിയേണ്ട ചില രഹസ്യങ്ങളുണ്ട്. അതുകൂടെ കേട്ടിട്ട് ആ കണക്കിൽ കദളിപ്പഴം വെക്കാവുള്ളൂ. എന്തിനാണ് ആ കണക്കിൽ കദളിപ്പഴം വെക്കുന്നത്? ഏത് സംഖ്യയിലാണ് വെക്കുന്നത്? അതിൻ്റെ കണക്ക് എങ്ങനെയാണ്? ആ കണക്ക് വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഫലമുണ്ടാകുന്നത്? അതൊക്കെ അറിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. വീഡിയോ മുഴുവൻ കാണുക. അറ്റവും മൂലം കണ്ടിട്ട് ചെയ്യരുത്. അതുകൊണ്ട് ഫലമുണ്ടാകണമെന്നില്ല. മുഴുവൻ കണ്ട് ശരിയായിട്ടൊരു കാര്യം മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതോടുകൂടി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതോടൊപ്പം ഞാൻ ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറുണ്ട്, വാട്സപ്പിലിടുക. അത് എല്ലാവർക്കും എനിക്ക് റിപ്ലൈ തരാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്ന കാരണം ഫ്രീ ആകുന്ന അനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ കൊടുക്കും. എങ്ങനെ ചെയ്യുന്നെന്ന് പറയും. ഞാനിതുപോലുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ പറയുന്നതുള്ള നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ധൃതി വെച്ചിട്ട് കാര്യമില്ല. മുൻഗണനാക്രമത്തിലൊരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ആ ഡേറ്റിനാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ കുറേ തിരക്കിലാണ്. വാട്സപ്പിൽ ഇട്ടാൽ ഫ്രീ ആകുമ്പോൾ എപ്പോഴെങ്കിലും എടുത്ത് ഒരു മുൻഗണനാക്രമത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പം ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊക്കെ ആ വീഡിയോയോട് കാണിക്കുന്ന ഒരു നീതിയാണ് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം പരമേശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഞാൻ വീണ്ടും വീഡിയോയിൽ പറയുകയാണ്, നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഞാൻ പറയുന്ന ഓരോ അറിവുകളും വേറെ ആരും പറഞ്ഞു തരത്തില്ല. അതുപോലെയുള്ള ശിവവിദ്യകളും ഭദ്രകാളി വിദ്യകളും മുരുകൻ്റെ വിദ്യകളും ആത്മീയ രഹസ്യങ്ങളും ഒരിക്കലും ഇനി നിങ്ങൾക്ക് ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല. ആവശ്യമുള്ളവർ ഇത് ഈ ബുക്കിലൊക്കെ എഴുതി വെച്ചോണം. ഈ യൂട്യൂബിലെ വീഡിയോകളൊക്കെ എത്ര കാലം കാണുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാനും ഇത് എത്ര നാൾ ചെയ്യുമെന്ന് എനിക്കും അറിയത്തില്ല. കാരണം ഞാൻ അങ്ങനെയൊക്കെ പറയുന്നതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കും. കാരണം നമ്മളും ആ ഭഗവാനിലേക്ക് കൂടുതൽ ലയിച്ചു കൊണ്ടിരിക്കുകയാണ് മനസ്സുകൊണ്ട്. അപ്പം നമ്മളും യോഗ, പ്രാണായാമം ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ അറിവുകൾ പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നമ്മൾ ആ ഭഗവാനിൽ ലയിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ പറയുന്ന അത്രയും പറയും. അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കോണം. അത്രയേ ഉള്ളൂ. ഞാനത് പലവട്ടമായി പറയാൻ തുടങ്ങിയിട്ട് ആവശ്യമുള്ളവർ നിങ്ങളൊരു ബുക്കിൽ 1000 വീഡിയോകളുണ്ട്. അതൊക്കെ ആവശ്യമുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ബുക്കിൽ എഴുതി വെച്ചാൽ, ഒരു ബുക്കിലൊന്നും തീരത്തില്ല, കുറച്ച് ബുക്ക് വേണ്ടി വരും. നിങ്ങളുടെ കുടുംബത്തിൽ അത് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലെ ഏതൊരു പ്രശ്നത്തിനും ആ ബുക്കിൽ നോക്കിയാൽ പരിഹാരം ഉണ്ടാകും. അത് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ സൂചിപ്പിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ഞാൻ സിമ്പിളായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഞാനീ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ആരും പറഞ്ഞു തരത്തില്ല. ഇതുപോലെയുള്ള രഹസ്യങ്ങൾ, ആത്മീയ രഹസ്യങ്ങൾ, ശിവവിദ്യകൾ, അതൊന്നും ഇപ്പം അതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ നിങ്ങൾ കദളിപ്പഴം ഞാൻ പറയുന്ന ഒരു കണക്കിൽ വയ്ക്കണം. അപ്പോൾ ആ കണക്കിനകത്ത് കാര്യമുണ്ട്. അതെന്തുകൊണ്ടാണ് ആ കണക്കിൽ വെക്കാൻ പറഞ്ഞതെന്ന് ഞാൻ പുറകെ പറയുന്നുണ്ട്. അതുകൂടെ കേട്ടിട്ടേ വെക്കാൻ അത് ചെയ്യാവുള്ളൂ കേട്ടോ. 6 കദളിപ്പഴം, ഒരു തുളസിമാല, ഒരു പാൽപ്പായസത്തിൻ്റെ രസീത്,
ഇത്രയും കൂട്ടിപ്പിടിച്ച് 3 വലത്ത് വയ്ക്കണം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഓരോ അക്ഷരം പിറകി പിറകി പറയണം. അത് ഒരു 3 തവണ പറഞ്ഞ ശേഷം ഒന്നിച്ച് പറയണം. ഓം നമോ നാരായണായ. ഒരിക്കലും ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത് കേട്ടോ, കണക്ക് തെറ്റും. 8 അക്ഷരമേ ഉള്ളൂ. ഓം നമോ നാരായണായ അത്രേ പാടുള്ളൂ. അപ്പോൾ ആദ്യം ഓരോ അക്ഷരം പിറകി പിറകി 3 തവണ ജപിക്കുക, പിന്നെ ഒന്നിച്ച് ജപിക്കുക. പിന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ, അതും ഓരോ അക്ഷരം പിറകി പിറകി ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ, പിന്നെ ഒന്നിച്ച് പറയുക ഓം നമോ ഭഗവതേ വാസുദേവായ. അതൊരു 3 തവണ. അത് വലം വെച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലോ വാഗണ്ട പറഞ്ഞാൽ മതി. പിന്നെ ഓം കൃഷ്ണായ നമ, അത് ഒന്നിച്ചങ്ങ് പറഞ്ഞാൽ മതി. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ നടക്കി വെക്കുക. ഭഗവാൻ എനിക്കൊരു ജീവിതമാർഗം നൽകണേ, എനിക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയൊക്കെ നൽകണേ, വേണ്ടതൊക്കെ പറയുക, നടക്കി വെക്കുക. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇത് സാധിക്കുന്ന പോലെ വ്യാഴാഴ്ചകൾ ആവർത്തിക്കുക, ചെയ്ത് നോക്കുക. എന്താണ് ഈ 6ൻ്റെ കണക്ക്? 6 കദളിപ്പഴം പറഞ്ഞ് ഇതാ പിന്നെ 5 പറയാൻ വയ്യായിരുന്നു, ഇതാ പിന്നെ 3 കദളിപ്പഴം പറയാൻ വയ്യായിരുന്നു, ഇതാ പിന്നെ 2 എണ്ണം പറയാൻ വയ്യായിരുന്നു. എന്തിനാ 6 പറഞ്ഞ്? ശ്രദ്ധിച്ചു കേട്ടോണം. 6 ചക്രങ്ങൾ, നമ്മുടെ ശരീരത്തിലെ 6 ചക്രങ്ങൾ, 6 ഊർജ കേന്ദ്രങ്ങൾ. പടിയാറും കടന്ന് അവിടെ ചൊല്ലുമ്പോൾ ശിവനെ കാണാവുന്ന 6 പടികൾ എന്ന് പറഞ്ഞാൽ 6 ചക്രങ്ങൾ. മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂര ചക്രം, അനാഗതി ചക്രം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം. ഈ 6 പടികളും കടന്നു ചെല്ലുമ്പോൾ, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും, ഈശ്വരനെ കാണും. സഹസ്രാരത്തിലെ ആ അനുഭവമാണ് സഹസ്രാരം. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ഭഗവാൻ കൃഷ്ണന് നിങ്ങൾ 6 കദളിപ്പഴം വയ്ക്കുമ്പോൾ അതിൻ്റെ രഹസ്യം പറഞ്ഞു തരുന്നത്. നമ്മുടെ ശരീരത്തിലെ 6 ചക്രങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. 6 ചക്രങ്ങൾ എന്ന് വെച്ചാൽ 6 ഊർജ കേന്ദ്രങ്ങൾ. നിങ്ങളിപ്പോൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ശരീരത്തിലെ ചക്രങ്ങളെക്കുറിച്ച്, ആത്മീയ ചക്രങ്ങളെക്കുറിച്ച് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ കാണാൻ പറ്റും. നട്ടലിൻ്റെ ഏറ്റവും അടിയിൽ മൂലാധാര ചക്രം. അതൊരു സങ്കല്പമാണ് കേട്ടോ, അതായത് നിങ്ങൾ സങ്കല്പിക്കുക ചെയ്യേണ്ടത്. അതായത് ഊർജ കേന്ദ്രമാണ് ഈ ചക്രാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നട്ടലിൻ്റെ ഏറ്റവും അടിയിലായിട്ട് മൂലാധാര ചക്രം എന്ന് പറഞ്ഞൊരു ഊർജ കേന്ദ്രം നട്ടലിനുള്ളിലുണ്ട്. പിന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് പുക്കൽക്കൊടിക്ക് താഴെയായിട്ട് നട്ടലിൽ സ്വാധിഷ്ഠാന ചക്രമുണ്ട്. പിന്നെ പുക്കൽക്കൊടിക്ക് മുകളിലായി മണിപൂരക ചക്രമുണ്ട്. പുക്കൽക്കൊടിക്ക് മുകളിലായിട്ടുള്ള ചക്രം മണിപൂരക ചക്രം. അതിന് തൊട്ട് മുകളിലായി ഹൃദയത്തിനുള്ളിൽ അനാഹത ചക്രം കുടികൊള്ളുന്നു. ഈ അനാഹത ചക്രത്തിൻ്റെ മുകളിലായിട്ട് തൊണ്ടക്കുഴിക്കുള്ളിൽ വിശുദ്ധി ചക്രം കുടികൊള്ളുന്നു. പിന്നെ ആജ്ഞാചക്രം. നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗത്ത് നിങ്ങൾ സാധാരണ കാര്യം സങ്കല്പിച്ചാൽ മതി. നെറ്റിയുടെ ഈ ഭാഗത്ത് ആജ്ഞാചക്രം അങ്ങനെ സങ്കല്പിച്ചാൽ മതി. ഇങ്ങനെ 6 ചക്രങ്ങൾ. ഈ 6 ചക്രങ്ങളിലൂടെയും കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയാണ് സഹസ്രാര ചക്രം, 7ാമത്തെ ചക്രമായിട്ട് വരും. അപ്പോൾ ഈ 6 ചക്രങ്ങൾ, അതിൽ നമ്മളിപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് മുൻജന്മ സഞ്ചിതമായ കർമ്മദോഷങ്ങളും പുണ്യങ്ങളും പാപങ്ങളും ഒക്കെ കാണും. മനസ്സിലായില്ലേ? നമുക്ക് കർമ്മമുള്ളതുകൊണ്ടാണ് നമ്മൾ ജനിക്കുന്ന ഈ ഭൂമിയിൽ. അതെല്ലാം ഈ മൂലാധാര ചക്രത്തിലാണ് ഈ കർമ്മങ്ങളൊക്കെ. മൂലാധാരം നട്ടലിൻ്റെ ഏറ്റവും അടിയിലുള്ള, അതായത് മലദ്വാരത്തിൻ്റെ മുകളിലായിട്ട് നട്ടലിൻ്റെ ഏറ്റവും അടിയിലുള്ള ചക്രത്തിലാണ് ഈ കർമ്മങ്ങളും ഒക്കെ ഉള്ളത്. നമ്മൾ ഭൂരിഭാഗം ആളുകളും ജീവിച്ച് മരിക്കുന്നത് ഈ മൂലാധാര ചക്രത്തിലെ ഊർജത്തെ കൂടുതൽ ആക്ടിവേറ്റ് ആക്കിയാണ്. അപ്പോൾ മൂലാധാര ചക്രത്തിലാണ് നമ്മുടെ കർമ്മങ്ങളും കർമ്മദോഷങ്ങളും പുണ്യങ്ങളും പാപങ്ങളും എല്ലാം ഉണ്ട്. ഈ മൂലാധാര ചക്രം പ്രോപ്പറായിട്ട് ആക്ടിവേറ്റ് അല്ലെങ്കിൽ എന്തുണ്ടാകും? ഭയം, എപ്പോഴും ഒരു ആശങ്ക, പരിഭ്രാന്തി, സങ്കടം, വിഷമം, ഇങ്ങനെയുള്ള ഡിസോർഡറായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാകും. ജീവിതത്തിൽ എപ്പോഴും ഒരു വിഷമമായിരിക്കും, അല്ലെങ്കിൽ എന്തിനും ഒരു വെപ്രാളമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഭയമായിരിക്കും, അല്ലെങ്കിൽ പരിഭ്രാന്തി ഉണ്ടാകും. അങ്ങനെ ജീവിതം എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിരിക്കത്തില്ല. ഇതൊക്കെ ബാധിക്കുന്ന സാമ്പത്തികത്തെയാണ്. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടെങ്കിൽ ആ ജോലി വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. വേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വേണ്ട രീതിയിൽ ധനം കിട്ടത്തില്ല.
അപ്പം സാമ്പത്തികം എല്ലാം തകിടം മറിയും, കുടുംബം തകിടം മറിയും. മൂലാധാര ചക്രം ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ മൂലാധാര ചക്രത്തിൽ നിന്നും മുകളിലോട്ട് വരുമ്പോൾ സ്വാധിഷ്ഠാന ചക്രം. ഈ സ്വാധിഷ്ഠാന ചക്രം നമ്മുടെ ബന്ധങ്ങളെ റിലേഷനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് സമൂഹമായുള്ള ബന്ധം, നമുക്ക് കുടുംബമായുള്ള ബന്ധം, ഇങ്ങനെയുള്ള റിലേഷൻസിനെയാണ് സ്വാധിഷ്ഠാന ചക്രം സൂചിപ്പിക്കുന്നത്. സ്വാധിഷ്ഠാന ചക്രത്തിന് മുകളിലായിട്ട്, അതായത് പുക്കൽക്കൊടിക്ക് താഴെയായിട്ടാണ് സ്വാധിഷ്ഠാന ചക്രം. പുക്കൽക്കൊടിക്ക് മുകളിലായിട്ട് നട്ടലിൽ മണിപൂരക ചക്രം. മണിപൂരക ചക്രം ശുദ്ധമായ വികാരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ശുദ്ധമായ വികാരം. നമ്മളിപ്പം ഒരു ഒരു നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് ചിരിക്കുന്നു, അത് ശുദ്ധമായ വികാരമാണ്. ഒരാളെ ഒരു വിജയം ഉണ്ടാകുമ്പോൾ അഭിനന്ദിക്കുന്നു ശുദ്ധമായ മനസ്സുകൊണ്ട്, അത് ശുദ്ധമായ വികാരമാണ്. അത് ഈശ്വരീയമാണ്. അതുകൊണ്ടാണ് നമ്മൾ അഭിനന്ദിക്കുമ്പോൾ അല്ലെങ്കിൽ നന്ദി പറയുമ്പോൾ നമ്മളിൽ പ്രപഞ്ചബോധം വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത്. ആ ശുദ്ധമായ വികാരത്തോടുകൂടി നമ്മൾ എപ്പോൾ പ്രവർത്തിക്കുന്നു അപ്പോഴേക്ക് നമ്മൾ ഈശ്വരൻ കടന്നു വരും, ഈ പ്രപഞ്ചബോധം വർക്ക് ചെയ്യും. അപ്പോൾ ഈ മണിപൂരക ചക്രം തൊട്ട് ശരിക്കും ഈശ്വരീയമായ ഗുണങ്ങൾ ഉണ്ടായി തുടങ്ങുകയാണ്, മണിപൂരക ചക്രം തൊട്ട്. പിന്നെ മുകളിലോട്ട് വരുമ്പോൾ ഹൃദയത്തിനുള്ളിൽ അനാഹത ചക്രം സ്നേഹമാണ്. ആ ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരമാണ്, ദിവ്യമായ സ്നേഹം. അനാഹത ചക്രം ആക്ടിവേറ്റ് ആകുമ്പോഴേ നമുക്ക് ഏത് കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതും എല്ലാ പ്രപഞ്ചത്തോടും മുഴുവൻ ഒരു സ്നേഹവും. ചിലത് കണ്ടിട്ടില്ലേ, പ്രകൃതി സംരക്ഷകരെ, പ്രകൃതിക്ക് വേണ്ടി അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ പ്രവർത്തിക്കുന്നവർ, അവർക്ക് പ്രപഞ്ചത്തോട് മുഴുവൻ സ്നേഹമാണ്, പ്രകൃതിയോട് സ്നേഹമാണ്. അതൊക്കെ അനാഹത ചക്രം ആക്ടിവേറ്റ് ആകുമ്പോഴാണ് എല്ലാ ഈ പ്രകൃതിയോടൊക്കെ സ്നേഹം തോന്നും. അതൊരു ഈശ്വര്യമായ വികാരം തന്നെയാണ്, അതെല്ലാവർക്കും കിട്ടത്തില്ല. സാധാരണ മനുഷ്യരിലെ മൂലാധാര ചക്രത്തിലാണ് മിക്കവാറും ജീവിച്ച് മരിക്കുന്ന വരെ മൂലാധാര ചക്രത്തിലെ ആണ് കൂടുതലും ആ ഒരു ഊർജ്ജമായിരിക്കും കൂടുതൽ അനുഭവപ്പെടുന്നത് സാധാരണ മനുഷ്യർക്ക്. ഇത് മുകളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ ഈശ്വര്യമായ മുകളിലേക്ക് വരുന്നതോടെ ഈശ്വര്യമായ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരും, നന്മകൾ ഉണ്ടായി വരും. വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരീയമായ കൂടുതൽ അനുഭവങ്ങൾ വിശുദ്ധി ചക്രത്തിൽ വരുമ്പോൾ ഉണ്ടാവും, ഈശ്വരീയമായ അനുഭവങ്ങൾ. അപ്പോൾ വിശുദ്ധി ചക്രം ആക്ടിവേറ്റ് ആകുന്ന തൊണ്ടക്കുഴിക്കുള്ളിലാണ്. വിശുദ്ധി ചക്രം ആക്ടിവേറ്റ് ആകുന്നവർക്കാണ് അവർ പറയുന്നൊരു വാക്ക് പോലും ഫലിക്കും. അത് ഈ മഹർഷിമാരും ഒക്കെ അവർ പറയുന്നതെല്ലാം മന്ത്രമായിട്ടൊന്നും അവർ പറഞ്ഞില്ലെങ്കിൽ അവരൊരു വാക്ക് പറഞ്ഞാൽ ഫലിക്കും. അവർക്ക് വിശുദ്ധി ചക്രം ആക്ടിവേറ്റ് ആകുമ്പോഴാണ്. ആജ്ഞ എന്ന് പറഞ്ഞാൽ ഉയർന്ന തലത്തിലുള്ള അവബോധത്തിൻ്റെ, ഉയർന്ന തലത്തിലുള്ള ഒരു ബോധത്തിൻ്റെ ആ ഒരു ഭാഗം തന്നെയാണ് ആജ്ഞ. ഉയർന്ന തലത്തിലുള്ള ബോധമാണ് നമ്മുടെ ഉള്ളിലുള്ള ഉയർന്ന തലത്തിലുള്ള ബോധം. പിന്നെ സഹസ്രാരം, അത് ഏഴാമത്തെ ചക്രമാണ്. സഹസ്രാരം എന്ന് പറഞ്ഞാൽ ഈ ചക്രങ്ങളിലൂടെ എല്ലാം കടന്നു വന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, 1000 താമരകൾ വിരിയുന്ന പോലുള്ള ഒരു അനുഭൂതി, അതാണ് സഹസ്രാരം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 6 ചക്രാസ് ആജ്ഞ വരെയുള്ള ഈ 6 ചക്രാസിലും ഈശ്വരീയമായ ഉണർവുണ്ടാകാൻ വേണ്ടിയാണ് 6 കദളിപ്പഴം കൃഷ്ണന് സമർപ്പിക്കുന്നത്. അത് ഇങ്ങനെ ചിന്തിച്ച് സമർപ്പിക്കണം. ഭഗവാനെ, ഞാൻ 6 കദളിപ്പഴം സമർപ്പിക്കുന്നു. എൻ്റെ 6 ചക്രങ്ങളിലും ഭഗവാന്റെ ഈശ്വരീയമായ ആ ഒരു അനുഭൂതി, അനുഗ്രഹം ഉണ്ടാകണേ, അതോടൊപ്പം അവിടുന്ന് എന്നിൽ വിളയാടണേ എന്ന് പറഞ്ഞു വെക്കുമ്പോഴാണ് ഈ 6 ചക്രാസും ഈശ്വരീയമായ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട് നിങ്ങളിലെ ദുർവാസനകൾ അല്ലെങ്കിൽ ദുർവാസനകൾ എന്തൊക്കെയാണ്? അസൂയ, ദേഷ്യം, കുശുമ്പ്, ചതി, വഞ്ചന, ഇതൊക്കെ ചെയ്യാനുള്ള മനസ്ഥിതി, ഇതൊക്കെയാണ് ദുർവാസനകൾ. എപ്പോഴും വിഷമം, എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ദോഷങ്ങൾ പറയുക, ഇങ്ങനെയൊക്കെയുള്ള ദുർവാസന. ആ ദുർവാസനകളെല്ലാം മാറി ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ ഈ 6 ചക്രങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരീയമായ അനുഭവങ്ങൾ കൂടുതലായി ഉണ്ടായി വരും. ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എന്നാ? സ്നേഹം, ശുദ്ധമായ ബോധം, ഈശ്വര വിശ്വാസം, നന്മ, ഈശ്വരീയമായ ഐശ്വര്യം, സമ്പത്ത്, സമൃദ്ധി, ഇതൊക്കെയാണ് ഈശ്വരീയമായ അനുഭവങ്ങൾ. അത് കൂടുതലായിട്ട് ഉണ്ടായി വരും ഈ 6 ചക്രാസിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ. അതിനാണ് 6 കദളിപ്പഴം ഭഗവാനെ സമർപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ചിന്തയോടുകൂടി 6 കദളിപ്പഴം വെക്കുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത്. അല്ല 6 കദളിപ്പഴം വെച്ചാൽ അനുഭവം ഉണ്ടാകത്തില്ല. ഭഗവാനെ, എൻ്റെ 6 ചക്രങ്ങളെയും അവിടുന്ന് അവിടുത്തെ ചൈതന്യത്താൽ ശുദ്ധീകരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് അവിടുത്തെ അനുഗ്രഹം നൽകണേ. അതോടൊപ്പം അവിടുന്ന് എന്നിൽ വന്ന് വിളയാടണേ. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും എനിക്ക് ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച് വെക്കുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത്. ഈ 6 ചക്രങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്
അതിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് 7ാമത്തെ ചക്രമായ സഹസ്രാരത്തിലാണ്. ഈ 6 ചക്രങ്ങളിൽ നിന്ന് വരുന്ന ഈശ്വര ഊർജത്തിൻ്റെ അനുഭവമാണ് ഈ സഹസ്രാരം. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. ആജ്ഞ വരെ ആക്റ്റീവായിട്ട് കഴിയുമ്പോൾ സഹസ്രാരം ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആകും. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. അതാണ് അതിൻ്റെ രഹസ്യം. ഈ 6 ചക്രാസിനെ ആക്ടിവേറ്റ് ആക്കി കഴിയുമ്പോൾ 7ാമത്തെ ചക്രത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ശുദ്ധീകരിക്കപ്പെടും, ആക്ടിവേറ്റ് ആകും. അപ്പോൾ 6 ചക്രാസും ആക്ടിവേറ്റ് അല്ലെങ്കിൽ ആ ശുദ്ധമായ ഈശ്വരീയ അനുഗ്രഹം നിറയുമ്പോൾ നമ്മളിൽ തെറ്റായ ചിന്തകൾ, മൃഗീയമായ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന വാസനകൾ, മറ്റുള്ളവനെ ഉപദ്രവിക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ, അതൊക്കെ ഇല്ലാതാകും. പിന്നെ മറ്റുള്ളവനെ കുറ്റം പറയുക, മറ്റുള്ളവനോട്ട് പാര വെക്കുക, ഇതൊക്കെ മാറും. നമുക്ക് സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും നല്ല ചിന്തകളും ഈശ്വരബോധവും ഈശ്വരീയമായ കാഴ്ചപ്പാടുകളും നന്മയും ഈശ്വരീയമായ ഐശ്വര്യം ഈശ്വരീയമായ ഐശ്വര്യം എന്ന് വെച്ചാൽ ലക്ഷ്മി നിങ്ങളിലേക്ക് വരും. ലക്ഷ്മി നിങ്ങളിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് സമ്പത്തുണ്ടാകാനും ആ സമ്പത്ത് നിങ്ങൾക്ക് അനുഭവിക്കാനും അത് സമ്പത്ത് നിലനിൽക്കുവാനും അത് അനുഭവിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും സമയവും കൂടെ ഉണ്ടാകുമ്പോഴാണ് അത് ഈശ്വരീയ സമ്പത്താകുന്നു. അല്ലെങ്കിൽ കുറേ സമ്പത്തുണ്ടാകുന്നു, അത് അക്കൗണ്ടിൽ കിടക്കുന്നു, നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഈശ്വരീയമായ സമ്പത്താണെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ സമ്പത്തുണ്ടായിട്ട് നിങ്ങൾ ആ സമ്പത്ത് നിങ്ങൾക്ക് പ്രയോജനമില്ലാതെ പോയാൽ അത് ഈശ്വരീയമായ സമ്പത്താണെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്കുണ്ടാകുന്ന സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പ്രയോജനം ഉണ്ടാകുകയും അത് അനുഭവിക്കാൻ സമയവും ആയുസ്സും ആരോഗ്യവും എല്ലാം ഉണ്ടാകുമ്പോഴാണ് അത് ഈശ്വരീയമായ സമ്പത്താകുന്നത്. അങ്ങനെ ഈശ്വരീയമായ സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ ആ ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയാണ് 6 കദളിപ്പഴം. അപ്പോൾ 6 കദളിപ്പഴം വെക്കുന്നതിന് രഹസ്യം ഇതാണ്. ഇത് നിങ്ങൾക്ക് ഇപ്പം ഗുരുവായൂരൊക്കെ ആണെങ്കിൽ 6 കദളിപ്പഴം നിങ്ങൾ കദളിപ്പഴം മാത്രമായിട്ട് നടക്കി വെച്ചാലും മതി, ഫലമാണ്. ഇനി നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ 6 കദളിപ്പഴവും ഒരു തുളസിമാലയും ഒരു പാൽപ്പായസിൻ്റെ രസികൂടെ കൂട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞ രീതിയിൽ മന്ത്രം ജപിച്ച ആ 3 വലത്ത് വെച്ച ശേഷം ഭഗവാനെ ഈ 6 ചക്രാസിലെ 6 ചക്രങ്ങളും ഭഗവാന്റെ ചൈതന്യം ഉണ്ടാകാൻ വേണ്ടി 6 കദളിപ്പഴം ഞങ്ങൾ വെക്കുന്നു. ഭഗവാന്റെ ചൈതന്യം, അനുഗ്രഹ സഹായം എന്നും എൻ്റെ സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും, എൻ്റെ സൂക്ഷ്മ ശരീരമാണ് ഈ ചക്രാസ് കേട്ടോ. അപ്പോൾ എന്നിൽ എന്ന് പറഞ്ഞാൽ മതി, എന്നിൽ വിളയാടണേ, എൻ്റെ 6 ചക്രങ്ങളെയും ഭഗവാന്റെ ചൈതന്യം ഉണ്ടാകണേ. അതിനാണ് 6 കദളിപ്പഴം വെച്ച് 6 ചക്രങ്ങളെയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോഴാണ് നിങ്ങൾ മാറുന്നത്. അല്ലാതെ നിങ്ങൾ വെളിയിൽ എന്തൊക്കെ കേട്ടാലും എന്തൊക്കെ അറിഞ്ഞാലും എത്രയൊക്കെ യാത്രകൾ ചെയ്താലും ഇപ്പോഴൊക്കെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും, ഇല്ലെന്നല്ല പറഞ്ഞു. അൾട്ടിമേറ്റായിട്ട് ഏറ്റവും വലിയ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ മാറുന്നത്. അത് നിങ്ങളുടെ ഉള്ളിലെ സൂക്ഷ്മ ശരീരം ചക്രാസ് പ്യൂരിഫൈ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളിൽ ആ ഒരു വലിയ മാറ്റം, ഒരു ഈശ്വരീയമായ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ മാറുന്നത്. അതിനാണ് നമ്മുടെ ഊർജ്ജ ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരം, അത് ചക്രാസ് ഒക്കെ വരുന്നതാണ്. അത് ചക്ര എന്ന് വെച്ചാൽ എനർജി പോയിന്റുകളാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ വലിയ ചക്രമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കരുത്. എനർജി പോയിന്റുകളെയാണ് ചക്രാസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ പോയിന്റ്, എനർജി പോയിന്റുകൾ, അത് എനർജി പോയിന്റുകൾ എപ്പോഴും ഇങ്ങനെ ഈ ഒരു ഊർജ്ജം എപ്പോഴും ആ ഊർജ്ജത്തിൻ്റെ ഒരു പ്രക്രിയ എപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ചക്രാസായിട്ടാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഏതൊരാൾക്കും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയേണ്ടത്. അല്ല നമ്മൾ കുറേ കാര്യങ്ങൾ അറിയുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ ഉള്ളിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പണ്ട് ഒരു കഥയുണ്ടല്ലോ, ആരുടെയാ? പാക്കനാരുടെ. പാക്കനാർ കുറേ ആളുകൾ തീർത്ഥാടനത്തിന് പോകുമ്പം ചൊരക്കയാണെന്ന് തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു സംഭവമാണ്, ചൊരക്കയാണെന്ന് തോന്നുന്നു. ഇത് ആ തീർത്ഥാടനത്തിന് പോകുന്നവരെയും കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, ഇതെല്ലാം പുണ്യതീർത്ഥങ്ങളിലും പോയി നിങ്ങൾ കുളിക്കുന്ന പുണ്യതീർത്ഥങ്ങളിലെല്ലാം ഈ ചൊരക്കായും ഒന്ന് മുക്കിപ്പൊക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തീർത്ഥാടനത്തിന് പോയവർ അവർ പോയ പുണ്യതീർത്ഥങ്ങളിൽ ഒക്കെ ചൊരക്കായും മുക്കിപ്പൊക്കി കൊണ്ടുവന്നു. എന്നിട്ട് ഈ ചൊരക്കായുടെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞു ഈ ചൊരക്കായ്ക്ക് പ്രത്യേകിച്ച് മാറ്റം സംഭവിക്കുന്നില്ല, അതിൻ്റെ കയ്പ് അപ്പോഴും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ മാറ്റം സംഭവിക്കുമ്പോഴേ നിങ്ങൾ മാറത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും എവിടെയൊക്കെ പോയാലും കുറച്ചൊക്കെ നമ്മൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവില്ലെന്നല്ല പറഞ്ഞാൽ, പൂർണ്ണമായ ഒരു നല്ലൊരു ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറണം. ഉള്ളിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ആ ചക്രാസ് പ്യൂരിഫൈ ആവണം. ചക്രാസിലാണ് നമ്മളുടെ കർമ്മങ്ങളും കർമ്മദോഷങ്ങളും പുണ്യങ്ങളും പാപങ്ങളും എല്ലാം
നമ്മുടെ ദുർവാസനകളും നമ്മുടെ നല്ലതും ചീത്തയുമായ എല്ലാ വികാരങ്ങളും എല്ലാം ഉറങ്ങിക്കിടക്കുന്ന ചക്രാസല അവിടെ പ്യൂരിഫൈ, അത് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മദോഷമാണ്. അവിടെ ഒരു ഒരു ഈശ്വരീയമായ അനുഗ്രഹം ഉണ്ടാകാതെ, അത് ശുദ്ധമാകാതെ നമുക്ക് അകത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടാകണമെന്നില്ല. പറഞ്ഞ മനസ്സിലായി. നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകണം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാൻ, അല്ല തള്ളിക്കളയാൻ നിങ്ങളുടെ ഭാഗം. പക്ഷേ ശരിയായിട്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയവർക്കെല്ലാം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരണം. അതായത് 3:30 മുതൽ 6:30 വരെയുള്ള ഇടയ്ക്കുള്ള സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം. പക്ഷേ നിങ്ങൾ അപ്പോഴൊന്നും ഉണരുമെന്ന് ഞാൻ പറഞ്ഞില്ല. 5:30-ക്കോ 6 മണിക്കോ ഇടയ്ക്കെങ്കിലും ഉണരണം. ഉണർന്ന് നിങ്ങൾ കൈയും കാലും മുഖവും കഴുകി കുളിമുറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടത് നെഞ്ചിൽ തൊട്ട് ഓം നമോ നാരായണായ ജപിക്കണം. ഇത് നിത്യേന ഒരു 3 മിനിറ്റോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ 3 മിനിറ്റ് അല്ല 3 തവണയോ 3 തവണ ജപിച്ചാലും മതി. ഇതിങ്ങനെ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് വേണേൽ കസേരയിരുന്നോ ഒക്കെ ഓം നമോ നാരായണായ ഈ ഒരു 5:30-ക്കോ 6 മണിക്കോ ഇടയുള്ള സമയത്ത് ജപിച്ചാൽ, ആദ്യം നിങ്ങൾ ജപിക്കുമ്പോൾ ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടത് നെഞ്ചിൽ തൊട്ട് വാ കൊണ്ട് കുളിമുറി എന്നുകൊണ്ട് കൈയും കാലും മുഖം കഴിയിട്ടു ഓം നമോ നാരായണ എന്നൊരു 3 തവണ ഉച്ചരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുക. ആ സമയത്ത് തന്നെ ഒരു 5:30-ക്കോ 6 മണിക്ക് ഇടയ്ക്ക് തന്നെ വെളിയിരുന്ന് കസേരയിരുന്നോ എവിടെ ഇരുന്ന് വേണേലും നിങ്ങൾക്ക് ഈ മന്ത്രം ഉച്ചരിക്കുക. ഇത് ചെയ്ത ഇവർക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഓം നമോ നാരായണായ ഉച്ചരിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരു ദിവസം കൊണ്ട് മാറുമെന്നല്ല, നിരന്തരം ചെയ്താൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അതന്നെ ഈ ഓം നമോ നാരായണായ ഉച്ചരിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അതെന്തോ അതിൻ്റെ കാരണമുണ്ട്. ഞാനെന്നല്ല ആര് പറഞ്ഞാലും നിങ്ങൾ അതിൻ്റെ കാരണം അത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് ചിന്തിക്കണം. എന്നിട്ടേ അത് സ്വീകരിക്കാവുള്ളൂ. ആര് പറഞ്ഞാലും അപ്പടി എടുത്ത് വിഴുങ്ങരുത്. അതന്നെ അതിൻ്റെ കാരണം. യെസ്, കാരണമുണ്ട്. ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുമ്പോൾ പിതൃപ്രീതി ഉണ്ടായി വരും. പിതൃപ്രീതി ഉണ്ടായി വരും, ഒരു സംശയവും വേണ്ട. അതായത് നിങ്ങളുടെ ബോധം, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ബോധമാകുന്ന ചൈതന്യത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ജനിച്ച ആ തലമുറയിലെ ആ പരമ്പരയിലെ ഊർജമായിട്ടുള്ള എല്ലാ ആത്മാക്കൾക്കും അവരും ശുദ്ധീകരിക്കപ്പെടും. കാരണം ഈ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി ജനിച്ചാൽ ആ കുടുംബത്തിൽ മരിച്ചവർക്ക് വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ ഊർജമെല്ലാം കണക്റ്റഡ് ആണ്. അപ്പം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ആ ഈശ്വരീയ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ആ മരണപ്പെട്ടു പോയ പിതൃക്കൾക്കും അതിൻ്റെ ഒരു അംശം കിട്ടും. നിങ്ങൾ ചെയ്യുന്ന ആ നന്മകളുടെയൊക്കെ അവർക്കും ആ ഈശ്വരീയമായ സദ്ഗതി ഉണ്ടാകും. അതുകൊണ്ടാണ് പിതൃപ്രീതി ഉണ്ടാകും എന്ന് പറഞ്ഞ ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിൽ. ഓം നമോ നാരായണായ എന്ന മന്ത്രം അഷ്ടാക്ഷരിയാണ്, 8 അക്ഷരമുണ്ട്. ഓം ന മോ ന ര യ ണ യ 8 അക്ഷരമായോ? ചിലർ ജപിക്കുന്ന ഓം നമോ നാരായണായ നമാന്നും കൂടെ ജപിക്കും. അപ്പോൾ എത്ര അക്ഷരമായി? 10 അക്ഷരമായി. കണക്ക് തെറ്റിയില്ലയോ? അപ്പോൾ അങ്ങനെ അഷ്ടാക്ഷരത്തിന് ഗുണം കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് 8 അക്ഷരം ജപിച്ചാൽ മതി, കൂടുതലൊന്നും ജപിക്കണ്ട. ഓം നമോ നാരായണായ അത്രയും ജപിച്ചാൽ മതി. അതാണ് ബലം ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഓം നമോ നാരായണായ ജപിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ബോധം, ആ ചൈതന്യം ശുദ്ധീകരിക്കുകയും ഈശ്വരബോധമായി തീരുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സാധാരണ എല്ലാ മന്ത്രങ്ങളുടെ മുന്നിൽ നമ്മൾ ഓം എന്ന് ചേർക്കുക ചെയ്യുന്നത്. ഓം നമോ നാരായണയ്ക്ക് അത് ചേർക്കുകയല്ല, അതിൻ്റെ അകത്തുണ്ട്. ആ ഓമോടെ ചേർത്താണ് 8 അക്ഷരം വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഓം എന്ന് വെച്ചാൽ എന്താ? സാക്ഷാൽ ആ പരബ്രഹ്മം, ആ ഈശ്വരൻ തന്നെയാണ് ഓംകാരം. ഓമിനകത്തെല്ലാം ഉണ്ട്. ആ ഓം നമോ നാരായണ എന്ന മന്ത്രത്തിനുള്ളിൽ ഉണ്ട്. അതുകൂടെ ചേർത്ത 8 അക്ഷരം വരുന്നത്. അല്ലാതെ പ്രത്യേകം ചേർക്കേണ്ട കാര്യമില്ല. അതിൻ്റെ അകത്തുള്ളതാണ്. അത് കൂട്ടിയേ അത് ജപിക്കാവുള്ളൂ. ചേർക്കുന്നതല്ല, അതിൻ്റെ അകത്തുള്ളതാണ്. ആ മന്ത്രത്തിനകത്ത് 8 അക്ഷരത്തിനകത്ത് വരുന്നത്. അതാണ് ആ മന്ത്രത്തിൻ്റെ ശക്തി.
അതുകൊണ്ടാണ് ആ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ഉള്ളിലെ ആ ബോധം, ചൈതന്യം ശുദ്ധീകരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ തലമുറയിൽ മരണപ്പെട്ട പിതൃക്കൾക്കും അതിൻ്റെ ഒരു അംശം, അനുഗ്രഹം കിട്ടും. അപ്പം പിതൃപ്രീതി ഉണ്ടായി വരും. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ കാര്യമല്ല, വേറെ കാര്യമൊന്നുമില്ല. കൃത്യമായ കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ, വഴിപാടിൻ്റെ ഒക്കെ ഫലം ഉണ്ടാകുന്നത്. മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ്. അല്ലാതെ ചുമ്മാ അതും ഇതും കേട്ടൊന്നും ചെയ്താൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന ബോധ്യത്തോടു കൂടി ചെയ്യുമ്പോഴാണ് ആ ചെയ്യുന്നതുകൊണ്ടൊരു ഫലം ഉണ്ടാകുന്നത്. പൂജ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിൽ നിന്ന് ജനിക്കുന്ന സങ്കല്പമാണ്. ആ സങ്കല്പത്തിൻ്റെ സമർപ്പണമാണ് പൂജ. പൂർണ്ണതയിൽ നിന്ന് ജനിക്കുന്ന സങ്കല്പം. അതിപ്പോൾ ഏത് പൂജ ചെയ്താലും അതൊരു പൂർണ്ണതയിൽ നിന്ന് ജനിക്കുന്ന ഒരു സങ്കല്പമാണ്. ആ ഈശ്വരനാണ് പ്രപഞ്ചം, ആ ഈശ്വരനാണ് സത്യം, ആ ഈശ്വരനിൽ പൂർണ്ണമായിട്ടും മനസ്സ് സങ്കല്പം ഉണ്ടായി വരുന്ന ആ പൂർണ്ണമായിട്ട് സങ്കല്പത്തിൽ നിന്നാണ്. അങ്ങനെ പൂജ ചെയ്യുമ്പോഴാണ് അവിടെ ആ ഈശ്വരൻ പൂർണ്ണ രീതിയിൽ അനുഗ്രഹം ചൊരിയുന്നത്. എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥനയാണേലും നമ്മൾ ആ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൽ പൂർണ്ണത ഉണ്ടാകുന്നത്. ആ പൂർണ്ണതയെന്നുള്ള സങ്കല്പവും ആ പൂർണ്ണതയെന്നുള്ള പ്രാർത്ഥനയുമാണ് നമുക്ക് ജീവിതത്തിൽ പൂർണ്ണമായ ഫലം ലഭിക്കത്തുള്ളൂ. അങ്ങനെ പൂർണ്ണമായ ഫലങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് മാറ്റത്തുള്ളൂ. അറ്റവും മൂലം അറിഞ്ഞ് അറ്റവും മൂലം ചെയ്തുകൊണ്ടൊന്നും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ തെറ്റായ അറിവുകളുടെ പുറകെ പോകരുത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ പലരും പലതും പറയും. അതൊക്കെ അവരുടെ അറിവുകളാണ്. എന്നുവെച്ചാൽ ശരിയായിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്നാണെന്നറിയോ? ഏറ്റവും വലിയ ദുരന്തം തെറ്റായ അറിവുകളുടെ പുറകെ പോകുന്നതാണ്. ഏറ്റവും വലിയ ദുരന്തം അതാണ്. തെറ്റായ അറിവുകളിൽ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ നല്ലത് സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? തെറ്റായ അറിവുകളുടെ പുറകെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫലമേ കിട്ടത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ ദുരന്തം. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ മഹാഭാഗ്യം. അപ്പോൾ ആവശ്യമുള്ളവർ, ഞാനെന്നല്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ, നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും ശരിയെന്ന് തോന്നിയ നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക. അതാരുടെ ആണെങ്കിലും അത് ജീവിതം മാറ്റും. ഇന്നിപ്പോൾ ഞാനിങ്ങോട്ട് വഴിയിലൂടെ വരുമ്പോൾ ഒരാൾ ഒരു കാണിക്കയുണ്ട്. ആ കാണിക്കയുടെ അവിടെ അതിൽ പൈസ ഇട്ടോന്ന് ഞാൻ കണ്ടില്ല. അവിടെ തൊഴുന്ന കണ്ടു. തൊഴുത് ഇങ്ങനെ പുറകോട്ട് വരിക. പുറകോട്ട് വന്നിട്ട് റോഡിൽ വരെ വന്ന് ഇയാൾ. എന്നിട്ട് റോഡിൽ കൂടെ ഒരു വണ്ടി വരിക. ശരിക്കും പറഞ്ഞാൽ തൊഴുത് അയാളുടെ ദൃഷ്ടി മുഴുവൻ ഈ കാണിക്കുകയില്ല. പുറകോട്ട് വന്ന് റോഡിൽ കയറി. എന്നിട്ട് ഇയാൾ വണ്ടി ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വണ്ടി ഇടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അയാൾ മാറി കാണുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ ഭക്തി, വിശ്വാസം ഇതൊക്കെ നമുക്ക് ശരിയായ രീതിയിൽ വേണം. അതൊരു പ്രകടനമാകരുത്. വണ്ടി റോഡിൽ കയറി നമ്മൾ തൊഴാനുള്ളത് അവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് തൊഴുക. എന്നിട്ട് അവിടെ നിന്ന് മാറുക. തൊഴുത് പുറകോട്ട് തിരിഞ്ഞ് റോഡിലോട്ട് വന്നാൽ വണ്ടി ശ്രദ്ധിച്ചില്ലെങ്കിൽ വണ്ടി ഇടിക്കും. അപ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കുക, റോഡിൽ കയറിയാൽ റോഡിലെ നിയമങ്ങൾ പാലിക്കുക, വീട്ടിൽ വന്നാൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക, ജോലി കയറിയാൽ ജോലിയിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക, പ്രാർത്ഥിക്കുന്ന സമയം പ്രാർത്ഥനയിൽ ശരിയായിട്ട് ചെയ്യുക. അത് ഒരു കാര്യം കൂടുതൽ ചെയ്യുന്നതിലോ ഒരു കാര്യം കുറവ് ചെയ്യുന്നതിലോ അല്ല കാര്യം. വേണ്ട കാര്യങ്ങൾ വേണ്ട അളവിൽ വേണ്ട സമയത്ത് ചെയ്യുന്നതാണ് യഥാർത്ഥ ഈശ്വരവിശ്വാസം, അല്ലെ യഥാർത്ഥ ഭക്തി. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.